ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടും ഉന്നതത്തിരിക്കുന്ന അധികാരികളോടും എല്ലാം വളരെ സങ്കടത്തോടൊരു വാർത്ത പറയാനാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ തിങ്കളാഴ്ച എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഈ ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നതാണ്. ഒരു ചെറിയ കാല് വഴുത്ത് ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് വന്നിടത്ത് ഇവിടുത്തെ സൂപ്രണ്ട് സുനിൽ എന്ന് പറയുന്ന ഡോക്ടർ എൻ്റെ ഭർത്താവിൻ്റെ കാല് കീറിയത് പോട്ടെ, കീറി കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഒരു ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ നടത്തി. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ 5000 രൂപ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ എൻ്റെ ഭർത്താവിനെ ഈ 3 ദിവസമായിട്ടും നോക്കിയിട്ടില്ല. ഞാൻ അയാളുടെ പുറകിൽ നിന്ന് നടന്ന് തൊഴുകയോടെ ഞാൻ ചോദിച്ചു, അയാൾ എന്നോട് കേട്ടില്ല. ഒരു മരുന്നിൻ്റെ വിവരം ഞാൻ ചോദിക്കാനായിട്ട് അയാളുടെ പുറകിൽ നടന്ന് ഞാൻ ശ്രമിച്ചിട്ടും അയാൾ അത് ചെയ്തില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ ആ ഡോക്ടറോട് വീണ്ടും ഉച്ചവരെയായിട്ട് 3 ദിവസമായിട്ട് നോക്കാത്ത രോഗിയെ നോക്കുന്ന കാര്യം പറഞ്ഞു സൗകര്യപ്പെടത്തില്ല എനിക്ക് വന്ന് നോക്കാനെന്ന് പറഞ്ഞു. നിങ്ങൾ പറ, ഒരു രോഗിയെ കൊണ്ട് വരുന്ന ഒരു ആളോട് ഒരു ബൈസ്റ്റാൻഡറിനോട് ഇതാണോ ഒരു ഡോക്ടർ പറയേണ്ടത്? നല്ലതുപോലെ ചൊഴഞ്ഞ് ഒരു കിലോ അരി കൊള്ളത്തക്ക രീതിയിൽ ഒരു കുഴിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കാല്. എനിക്ക് എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് അയാൾ ഓട്ടോ ഓടിച്ച് കിട്ടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. സെക്യൂരിറ്റിയെ കൊണ്ട് അടിക്കാൻ പിടിച്ചു. ശ്യാമെന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഇന്ന് രാവിലെ എന്നെ അടിക്കാൻ ശ്രമിച്ചു. അസഭ്യമായ വാക്കുകൾ പറഞ്ഞു. വെളിയിലിറങ്ങാൻ കൊള്ളാൻ കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഈ സെക്യൂരിറ്റി ഇന്ന് എന്നെ പറഞ്ഞേക്കുന്നത്. പാർട്ടി പ്രവർത്തകരും മറ്റുള്ളവരും നോക്കി നിൽക്കേ, ഈ ആശുപത്രിയിൽ ഒരുപാട് ജനങ്ങൾ നോക്കി നിൽക്കുക അയാൾ എന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അയാൾക്ക് എന്താ കാര്യം? ഞാനൊരു ഡോക്ടറോട് എൻ്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ചെയ്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടത് എൻ്റെ ഭർത്താവിൻ്റെ കാല് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്ക് വേറെ ആരുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ പറ, എന്താ ചെയ്യണ്ടേ? മേളിൽ സർജറി വാർഡിൽ പട്ടി അടിക്കുക പോലെ ജനം കിടക്കുക. എന്നെക്കൊണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതാണ്. എന്നിട്ട് ഞാൻ പേവാർഡ് എടുത്ത് കിടന്നു. 7500 രൂപ ഇതുവരെ എന്നോടായിട്ടുണ്ട്. പലവിധ ടെസ്റ്റുകൾ നടത്തി മേടിച്ച് എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതാണ്. സുനിലെന്ന് പറഞ്ഞ ഒരു സൂപ്രണ്ട് ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത്? പെണ്ണുങ്ങളെ കൈയേറ്റം ചെയ്യുന്ന ഈ സാമെന്ന് പറയുന്ന സെക്യൂരിറ്റിക്കാരെ പോലുള്ളവരെയാണോ ഈ ഹോസ്പിറ്റലിൽ ജോലിക്ക് വെക്കേണ്ടത്? ഇയാൾക്ക് എന്താണ്, സെക്യൂരിറ്റിക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും എനിക്ക് മാത്രമല്ല ഈ പരാതിയുള്ളത്. ഈ ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാവരോടും സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും പരാതിയാണ് 5000-4000 രൂപ കൊടുക്കാതെ അയാൾ നോക്കത്തില്ല എന്നുള്ളത്. എനിക്ക് ഈ 5000-4000 രൂപയൊന്നും കൊടുത്ത് നോക്കാനുള്ള കഴിവില്ല. ദയവ് ചെയ്ത് എൻ്റെ കൂടെ വന്നവരെ ഉൾപ്പെടെ ഇന്ന് ഇവിടെ തെറി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാനത് ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചതാണ്. പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ സെക്യൂരിറ്റി എന്നെ വായിക്കൊള്ളാത്ത ചീത്തയും തെറിയും ധിക്കാരവും പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ പിടിച്ചു. സാക്ഷികളും ഉണ്ട്. എന്നിട്ട് പറഞ്ഞു കള്ളക്കേസ് നിന്നെ കൊടുത്തി കാണിക്കാമെന്ന് പറഞ്ഞു. എന്താ ഞാൻ ചെയ്യണ്ടേ? മേളിയിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും നല്ലവരായി നിങ്ങളും തീരുമാനിക്കും ഇതിനെന്തു മറുപടിയാണ് കൊടുക്കണ്ടേന്ന് നിങ്ങൾ തന്നെ പറ. എനിക്ക് നിങ്ങളോടെ പറയാനുള്ളൂ, എനിക്ക് വേറെ ആരോടും പറയാം.